guys, welcome back to my YouTube channel. 555 Angel Tarot Card Reading മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. റീഡിംഗ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. സ്പിരിച്വൽ ജേർണി ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് ഈ വീഡിയോ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പോസിറ്റീവായിട്ട് കമന്റ് ബോക്സിൽ പറയുക. ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഡിസ്കൗണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പേഴ്സണൽ റീഡിങ് ഈ ഒരു ഡിസ്കൗണ്ട് റേറ്റിൽ വേണ്ട ആൾക്കാർക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി. ഓക്കെ, ഡിസ്കൗണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അത് പേഴ്സണൽ റീഡിങ്ങിൻ്റെ ഡിസ്കൗണ്ട് ആണ്. ഒക്ടോബർ 21 സ്റ്റാർട്ട് ചെയ്തതാണ്. 6 ദിവസം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ആ ഒരു റേറ്റിൽ പേഴ്സണൽ റീഡിങ് വേണ്ട ആൾക്കാർക്ക് എനിക്ക് മെസ്സേജ് ചെയ്താൽ മതി. ഓക്കെ, അത് തീർന്നു കഴിഞ്ഞാൽ നമ്മുടെ പഴയ റേറ്റിലേക്ക് പോകുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം. ഈ വ്യക്തി നിങ്ങളിൽ നിന്നും അകന്നാണ് നിൽക്കുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഈ വ്യക്തി ചില സത്യങ്ങൾ തിരിച്ചറിയുന്നു. ഈ ഒരു റീഡിംഗ് ആണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങൾ രണ്ടുപേരും എന്തിൻ്റെയും കൂടി കാരണത്താൽ, അത് എന്ത് കാരണത്തിൻ്റെയോ ആയിക്കോട്ടെ, നിങ്ങൾ രണ്ടുപേരും അകന്ന് നിൽക്കുകയാണ്. ഇപ്പോൾ പണ്ടത്തെ പോലെ അത്രയും സ്മൂത്ത് ഗോയിങ് അല്ല. പിരിയാൻ കാരണം അല്ലെങ്കിൽ സെപ്പറേറ്റഡ് ആകാൻ കാരണം ഒരുപാട് കാരണങ്ങൾ ഉണ്ടാകാം. പക്ഷെ എന്താണെങ്കിൽ പോലും എന്താണ് ഈ പേഴ്സൺ, അത് എന്ത് സത്യങ്ങളാണ് അല്ലെങ്കിൽ എന്ത് കാര്യങ്ങളാണ് യൂണിവേഴ്സ് ഈ വ്യക്തിക്ക് മനസ്സിലാക്കി കൊടുക്കുന്നത്, അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങളോട് എന്താണ് ഈ പേഴ്സൺ പറയാൻ ആഗ്രഹിക്കുന്നത്, കറണ്ട് ഫീലിങ്സ് എന്താണ് എന്നിങ്ങനെയുള്ള ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു എനർജിയാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അവസാനം കുറച്ച് ക്ലൂസും കൂടെ എടുക്കുന്നതായിരിക്കും. അപ്പം നമുക്ക് ഫസ്റ്റ് എനർജിയിലേക്ക് പോകാം. മോളിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. അപ്പോൾ ഫസ്റ്റ് എനർജി നോക്കുകയാണെങ്കിൽ ദ ഡിസീറ്റ് എനർജിയാണ്, ദ ബിട്രേയൽ ആൻഡ് മാനിപ്പുലേഷൻ. ഇപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ കാണാൻ സാധിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ഒരിക്കലും പ്രതീക്ഷിക്കാത്തതും എന്നാൽ ഒരിക്കലും നടക്കാൻ പാടില്ലാത്തതുമായിട്ടുള്ള ഒരു കാര്യം അത് നിങ്ങൾക്കിടയിൽ സംഭവിച്ചിട്ടുണ്ട്. മേ ബി അത് നിങ്ങൾ രണ്ടുപേരും ഓൾറെഡി എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ടുള്ള ആൾക്കാരായിരിക്കാം, അല്ലെങ്കിൽ എന്താ പറയാ, നിങ്ങൾ കല്യാണം കഴിക്കാൻ തയ്യാറായിട്ട് നിൽക്കുന്ന ആൾക്കാരായിരിക്കാം. ആ ഒരു സമയത്തായിരിക്കാം ഇത് പെട്ടെന്ന് ഒരു ബ്രേക്കപ്പിലോട്ടൊക്കെ പോയിട്ടുണ്ടാകുന്നത്. അപ്പോൾ അത് ആദ്യമൊക്കെ നിങ്ങൾ രണ്ടുപേരും വിചാരിച്ചിരുന്നത്, ഈ പേഴ്സൺ വിചാരിക്കുന്നത് നിങ്ങളുടെ ഭാഗത്താണ് തെറ്റെന്നാണ്, നിങ്ങൾ വിചാരിക്കുന്നത് ഈ പേഴ്സന്റെ ഭാഗത്താണ് തെറ്റെന്നാണ്. ബട്ട് ആക്ച്വലി ഇതൊരു എന്താ പറയാ, ആക്ച്വലി കംപ്ലീറ്റ്ലി ഇതൊരു മാനിപ്പുലേഷൻ ആണ്. അത് മറഞ്ഞു കിടക്കുന്ന അല്ലെങ്കിൽ വളരെയധികം ഹിഡൻ ആയിട്ട് കിടക്കുന്ന ആൾക്കാരുടെ സാന്നിധ്യമായിട്ടാണ് കാണിക്കുന്നത്. ഓക്കെ, അതായത് ഹിഡൻ ആയിട്ട് കിടക്കുന്ന ആൾക്കാരുടെ സാന്നിധ്യമാണ്. അത് ഒരിക്കലും നിങ്ങൾ രണ്ടുപേരുടെയും ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ള തെറ്റുകളല്ല. ഓക്കെ, അതുകൊണ്ട് തന്നെ നിങ്ങൾ രണ്ടുപേരും നേരിട്ട് സംസാരിക്കാൻ പറ്റാത്ത വിധത്തിലേക്ക് വരെ ഈ സിറ്റുവേഷൻസ് പോയിട്ടുണ്ടാകാം. കാരണം നിങ്ങൾക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല, സംസാരിക്കാൻ കഴിയുന്നില്ല, മനസ്സ് തുറക്കാൻ കഴിയുന്നില്ല. ഏറ്റവും ആദ്യത്തെ ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് എന്താ പറയാ, ഒരു സത്യസന്ധത. രണ്ടുപേർക്കും ഇടയിലുള്ള ആ ഒരു സത്യസന്ധത എവിടേക്കോ നഷ്ടപ്പെട്ടു പോയി എന്നുള്ളൊരു സിറ്റുവേഷൻ ആയിട്ടാണ് കാണിക്കുന്നത്. ഓക്കെ, അപ്പൊ അതില് ഈ പേഴ്സൺ ആണെങ്കിലും നിങ്ങളാണെങ്കിലും അങ്ങേയറ്റം വിഷമിക്കുന്നുണ്ട് എന്നുള്ളതിന് ഏറ്റവും വലിയ ഒരു ഉത്തമ ഉദാഹരണമാണ് ഈ ഒരു കാർഡ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഉറപ്പായിട്ടും അത് വിഷമിക്കുന്നുണ്ട്. നമുക്ക് ആ ഒരു എൻഗേജ്മെന്റ് റിംഗ് ആണ് അല്ലെങ്കിൽ ആ ഒരു കല്യാണ മോതിരമാണ് പിടിച്ചുകൊണ്ട് വിഷമിച്ച് ഇരിക്കുന്നത്. അത് മാനിപ്പുലേറ്റഡ് ആണത്. അപ്പോൾ ഉറപ്പായിട്ടും നമുക്ക് ഈ ഒരു സിറ്റുവേഷൻ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഈ പേഴ്സൺ വിചാരിച്ചിരിക്കുന്നത് നിങ്ങളാണ് പ്രശ്നക്കാരാണ് എന്നാണ് വിചാരിച്ചിരുന്നതെങ്കിൽ ആക്ച്വലി ഇറ്റ് വാസ് നോട്ട് എന്നുള്ളത്, അതായത് അതല്ല, നിങ്ങളല്ല കാരണക്കാര്, വേറെ ആൾക്കാരൊക്കെയാണ് ഈ റിലേഷൻഷിപ്പിൽ നെഗറ്റീവായിട്ട് ഇരിക്കുന്നത് എന്നുള്ളൊരു തിരിച്ചറിവിലേക്ക് ഈ പേഴ്സൺ വരുന്നുണ്ട് എന്നുള്ളതാണ്. യെസ്, ലോസ് ആണ്, കംപ്ലീറ്റ്ലി നഷ്ടപ്പെട്ടു പോയിട്ടുള്ളൊരു അവസ്ഥയാണ് കാണിക്കുന്നത്. കാരണം ഇവിടെ ഈ പേഴ്സൺ നിങ്ങൾക്കാണെങ്കിലും നിങ്ങൾ ഈ പേഴ്സണ് കൊടുത്തിട്ടാണെങ്കിലും ട്രൂ ഓഫറിംഗ് ആണ്, യഥാർത്ഥ പ്രണയം തന്നെയാണ് മുന്നിലേക്ക് വെച്ച് നീട്ടിയത്. പക്ഷെ അത് വളരെ പാഷനേറ്റ് ആയിരുന്നു. അത് ഒരിക്കലും എന്താ പറയാ, നിങ്ങൾ ആരുടെയും പുറകെ പോയിട്ട് നേടിയെടുത്തിട്ടുള്ള ഒരു പ്രണയമല്ല.
ഇപ്പൊ ഈ പേഴ്സൺ ആണെങ്കിലും നിങ്ങളുടെ പുറകെ അങ്ങനെ ഭയങ്കരമായിട്ട് ഇത് ചെയ്തിട്ടില്ല, നിങ്ങളാണെങ്കിലും അങ്ങോട്ട് പോയിട്ടില്ല. പക്ഷെ യാദൃശികമായിട്ട് കണ്ടുമുട്ടി എവിടേക്കോ ലൈഫിന്റെ ഏറ്റവും വലിയൊരു ഭാഗമായി മാറി ഈ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ അത് നമുക്ക് ടോട്ടലി കാണാനായിട്ട് സാധിക്കുന്ന ഒരു കാര്യം കൂടിയാണ്. അപ്പം ഇവിടെ ഒരു ട്രൂ ഓഫറിങ് തന്നെയാണ്. അതുകൊണ്ട് നിങ്ങളെ നഷ്ടപ്പെട്ടത് ഈ പേഴ്സണ് വലിയൊരു നഷ്ടം തന്നെയാണ്. അതൊരിക്കലും അല്ല എന്ന് ഈ പേഴ്സൺ ആരുടെ മുന്നിലും എവിടെയും മാറ്റി പറയാൻ പറ്റില്ല. അതുപോലെ നിങ്ങൾക്കാണെങ്കിൽ അങ്ങനെ തന്നെയാണ്, ഇത് നഷ്ടപ്പെട്ടു, പക്ഷെ അതെങ്ങനെയെങ്കിലും തിരിച്ചു വീണ്ടെടുക്കണം എന്നുള്ളൊരു മെന്റാലിറ്റി നിങ്ങൾക്ക് രണ്ടു പേർക്കുണ്ട്. ആ ഒരു നഷ്ടം എന്ന് പറയുന്നത് അത് ഏറ്റവും വലിയൊരു നഷ്ടം തന്നെയാണ്. അത് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാൽ പോലും ഈ വ്യക്തിക്ക് അത് എന്താ പറയാ, എനിക്കൊരു കുഴപ്പമില്ല, ഐ ആം ഓക്കെ എന്നുള്ള രീതിയിൽ പറയാൻ സാധിക്കില്ല. അപ്പം അത്രമാത്രം ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആയിട്ടാണ് കാണിക്കുന്നത്. അപ്പൊ നിങ്ങളുടെ സാന്നിധ്യം ഇല്ലാതെ ഈ വ്യക്തി ദുഃഖത്തിൽ തന്നെയാണ്, സന്തോഷത്തിലൊന്നുമല്ല. ആൻഡ് ഓൾസോ ഇവിടെ ഈ പേഴ്സൺ കുറച്ചും കൂടി മാനസികപരമായിട്ട് ഒരുപാട് കാര്യങ്ങളിൽ തയ്യാറെടുക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അതായത് നെഗറ്റീവായിട്ടുള്ള ചിന്തകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ ആ നെഗറ്റിവിറ്റിയിൽ നിന്നും പുറത്തേക്ക് കടക്കാനായിട്ട് ഈ പേഴ്സൺ ശ്രമിക്കുന്നുണ്ട്. ഓക്കെ, ആ ഒരു നെഗറ്റീവായിട്ടുള്ള സാഹചര്യത്തിൽ നിന്നും പുറത്തേക്ക് കടക്കാനായിട്ട് ഈ പേഴ്സൺ ശ്രമിക്കുന്നുണ്ട്. അത് നമുക്കിവിടെ ക്ലിയർ കട്ടായിട്ട്, അതായത് നെഗറ്റീവായിട്ടുള്ള മാനിഫെസ്റ്റേഷൻ അല്ലെങ്കിൽ ഭയങ്കര ഫിയർ, ആൻസൈറ്റി, ഡിപ്രഷൻ പോലുള്ള കാര്യങ്ങളൊക്കെ ഈ പേഴ്സൺ ഉണ്ടായിരുന്നു. അത്തരം നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഈ പേഴ്സണെ ബാധിച്ചിരുന്നു, അതെല്ലാം കൺട്രോൾ ചെയ്തിരുന്നു ഈ പേഴ്സണെ. പക്ഷെ ഇപ്പോൾ ഈ വ്യക്തി അതെല്ലാം, ആ ചങ്ങലകളെല്ലാം പൊട്ടിച്ചെറിഞ്ഞുകൊണ്ട് പുറത്തേക്ക് വരാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ ഈ വ്യക്തി പല കാര്യങ്ങളിലും വിജയിച്ചു കൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷെ ഈ പേഴ്സൺ ബിസി ആയിട്ടുള്ള ഒരു എനർജിയിലേക്ക് മാറിയിട്ടുണ്ടാകാം, പുതിയ ജോലിയിൽ ജോയിൻ ചെയ്തിട്ടുണ്ടാകാം, പുതിയത് പഠിക്കാൻ ഇറങ്ങിയിട്ടുണ്ടാകാം. ഇതൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. യെസ്, ദ കോൺഫ്ലിക്റ്റ് ആണ്. ഇത് ഒരിക്കലും നിങ്ങളുമായിട്ട് സംഭവിച്ചിട്ടുള്ള ആ ഒരു തല്ലുപിടുത്തം അല്ലെങ്കിൽ ആ ഒരു പ്രശ്നം അത് തന്നെ മനസ്സിൽ വെച്ചിട്ട് മുന്നോട്ട് പോകാനൊന്നും ഈ പേഴ്സൺ താല്പര്യപ്പെടുന്നില്ല. അതൊന്നും വെച്ച് പൊറപ്പിക്കേണ്ട കാര്യമല്ല എന്നും വളരെ പോസിറ്റീവായിട്ട് തന്നെ മുന്നോട്ട് പോകണമെന്നും തന്നെയാണ് ഈ പേഴ്സൺ ആലോചിച്ചുകൊണ്ടിരിക്കുന്നതും ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നതും. ഇവിടെ വളരെ ശക്തമായി തന്നെ ഈ ഒരു സാഹചര്യം അല്ലേ, ഭയങ്കരമായിട്ടുള്ള കാറ്റ്, മഴ, ഇടിവെട്ട്, ഭയങ്കരമായിട്ടുള്ള കാറ്റൊക്കെയാണ്. അപ്പോൾ ഇതൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ഇതിനൊന്നും സംഭവിക്കാൻ പാടില്ല എന്നുള്ള രീതിയിൽ ഈ പെൺകുട്ടി അതിനെ സേവ് ചെയ്യാൻ നോക്കുന്നുണ്ട്. അത് തന്നെയാണ് ഈ പേഴ്സൺ ഇപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങളെ കുറിച്ച് കുറ്റപ്പെടുത്തുന്ന ആൾക്കാർ ഈ പേഴ്സന്റെ കൂടെ ഉണ്ടാകാം. ചിലപ്പോൾ ഈ പേഴ്സന്റെ പാരൻസ് തന്നെ ആയിരിക്കാം കുറ്റപ്പെടുത്തിയിട്ടുണ്ടാവുന്നത്. ഇല്ലാ കഥകൾ പറഞ്ഞുണ്ടാക്കുക, ആര് വേണമെങ്കിലാകാം. പക്ഷെ അതിനെല്ലാം ഈ പേഴ്സൺ കൃത്യമായി മറുപടി കൊടുക്കുന്നുണ്ട്, അവരുമായിട്ട് ഫൈറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ അത് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു പോരാട്ടം തന്നെയാണ്. ഈ സാക്രിഫൈസ് ആണ്. കാരണം ഇവിടെ പല കാര്യങ്ങളും വേണ്ടാന്ന് വെക്കേണ്ടി വരും, പല കാര്യങ്ങളും മെസ്സപ്പ് ചെയ്യേണ്ടി വരും, പല കാര്യങ്ങളെ മാറ്റി നിർത്തേണ്ടി വരും, ചില കാര്യങ്ങൾ കണ്ടില്ല കേട്ടില്ല എന്ന് അടിക്കേണ്ടി വരും. എന്നാൽ മാത്രമേ നിങ്ങളുമായിട്ട് ഒരുമിച്ച് ചേർന്ന് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ എന്ന് ഈ വ്യക്തി മനസ്സിലാക്കുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങൾ രണ്ടുപേരും ഒരുപാട് കാര്യങ്ങളിൽ വ്യത്യസ്തരായിരിക്കാം. അത് ജാതിയായിട്ട്, റിലീജിയൻ ആണെങ്കിലും, വിശ്വാസങ്ങൾ അല്ലെങ്കിൽ ലാംഗ്വേജ്, കസ്റ്റംസ്, എല്ലാ രീതിയിലും നോക്കുകയാണെങ്കിൽ ഒരുപാട് വ്യത്യാസങ്ങൾ ഉണ്ടാകാം. അപ്പോൾ അതൊക്കെ ചില കാര്യങ്ങൾ വേണ്ടാന്ന് വെക്കേണ്ടി വരും, അല്ലെങ്കിൽ മാറ്റി വെക്കേണ്ടി വരും. ഓക്കെ, അതായത് ചുരുക്കി പറഞ്ഞാൽ മറ്റുള്ളവരുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾ രണ്ടുപേരും തമ്മിലുള്ള ഈ ഒരു കാര്യം മുന്നോട്ട് പോകില്ല എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. മനസ്സിലായോ? അതായത് ഓരോരുത്തരുടെ പാരന്റ്സിനും വീട്ടുകാർക്കൊക്കെ ഓരോ കൺസെപ്റ്റ് ഉണ്ടാവും അല്ലേ, ചിലപ്പോൾ അതിനനുസരിച്ചിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒരു കണക്ഷൻ ആയിരിക്കില്ല ഇത്. ഇവിടെ ആൻസെസ്റ്റേഴ്സിന്റെ ബ്ലെസ്സിങ്സ് ആണ് കേട്ടോ കാണുന്നത്. കൂടുതലും മുത്തശ്ശിമാരാണ് കാണിക്കുന്നത്. അവരുടെ ഒരു ബ്ലെസ്സിങ്, അവരുടെ ഒരു അനുഗ്രഹം ഈ ഒരു റിലേഷൻഷിപ്പിൽ ഉണ്ട് എന്നുള്ളത് കാണിക്കുന്നു. അത് നിങ്ങളുടെ ആയിരിക്കാം, ഗ്രേറ്റ് ഗ്രാൻഡ് മദർ അല്ലെങ്കിൽ ഈ പേഴ്സന്റെ ഗ്രാൻഡ് മദർ ആയിരിക്കാം. എന്തുകൊണ്ടോ അത്തരം ഒരു എനർജി, വളരെ സപ്പോർട്ടീവ് ആയിട്ടുള്ള, വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു എനർജി നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഓക്കെ, അതുകൊണ്ട് തന്നെ നിങ്ങളുടെയും ഈ പേഴ്സന്റെ മനസ്സിൽ ഒരുപാട് വേദനകളുണ്ട്, ഒരുപാട് മുറിവുകളുണ്ട്. പക്ഷെ അതിനെ അതിവിദഗ്ധമായിട്ട് ഹീല് ചെയ്യാനുള്ളൊരു കഴിവ് ഈ പൂർവികരുടെ അനുഗ്രഹത്തിനുണ്ട് എന്നാണ് കാണിക്കുന്നത്. അതായത് ഇതിൽ നിന്നും നിങ്ങളോ ഈ പേഴ്സണോ നേരിട്ടിട്ടുള്ള അപവാദം, അപമാനം, വിഷമകരമായിട്ടുള്ള കാര്യങ്ങള്, മാനസിക ബുദ്ധിമുട്ടുകള്, മുറിവുകള്, വിഷമങ്ങള് എല്ലാം, അതെല്ലാം നല്ല രീതിയിൽ ഹീൽ ചെയ്യാനായിട്ട്
ഈ ആൻസിസ്റ്റേഴ്സിന്റെ എനർജി കൊണ്ട് പറ്റുന്നുണ്ട്. ആ ഒരു എനർജി നിങ്ങളെ ഒരു പരിധി വരെ നന്നായി തന്നെ ഹീൽ ചെയ്യുന്നുണ്ട് എന്നാണ് കാണിക്കുന്നത്. നിങ്ങളുടെ പ്രഥമ ദൃഷ്ടിയിൽ ഒറ്റ നോട്ടത്തിൽ നിങ്ങൾക്ക് ചിലപ്പോൾ കാണാൻ പറ്റുന്നില്ലായിരിക്കാം, പക്ഷെ അങ്ങനത്തെ ഒരു പ്രൊട്ടക്റ്റീവ് എനർജി ഉണ്ട് എന്നാണ് കാണിക്കുന്നത്. ഈ പേഴ്സന്റെ ഒരു എനർജി പ്രകാരം വളരെ ലോയൽ ആയിട്ടുള്ളൊരു ഹൃദയമുള്ളൊരു വ്യക്തിയായിട്ട് കാണപ്പെടുന്നു. കാരണം ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ പറ്റിക്കാനൊന്നും ഈ വ്യക്തിക്ക് സാധിക്കില്ല. പക്ഷെ ഒരു പക്ഷേ എടുത്തുചാട്ടക്കാരനായിരിക്കാം. അതായത് കേട്ട പാതി കേൾക്കാത്ത പാതി ചിലപ്പോൾ എടുത്തു ചാടുന്ന ഒരു വ്യക്തിയായിരിക്കാം, പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന വ്യക്തിയായിരിക്കാം. പക്ഷെ അതൊരിക്കലും അതൊരു മോശപ്പെട്ട ക്യാരക്ടർ ആയതുകൊണ്ടാണ് അത് നമുക്ക് പറയാൻ പറ്റില്ല, അല്ലേ? ഭയങ്കര സ്നേഹമുണ്ട്, സ്നേഹം കൂടുതലാണെങ്കിലേ ഉള്ളൂ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ എന്തെങ്കിലും ചെയ്ത് നിങ്ങൾ ഇംപ്രസ് ചെയ്യണം എന്നൊക്കെ ഈ പേഴ്സൺ വിചാരിക്കുന്നുണ്ട്. പക്ഷെ അത് പലപ്പോഴും നടപ്പിലാവാറില്ല. അതെപ്പോഴും പാളിപ്പോകാറാണ് പതിവ്. ഓക്കെ, അത് പലപ്പോഴും പാളിപ്പോകാറാണ് പതിവ്. ഓക്കെ, അപ്പൊ അത് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ചിലപ്പോൾ ഈ പേഴ്സൺ നല്ലതാണ് എന്ന് വിചാരിച്ച് ചെയ്യുന്ന പല കാര്യങ്ങളും നെഗറ്റീവ് ആകുന്നുണ്ടാകാം. അത് ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടില്ലായിരിക്കാം. ഇതൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. യെസ്, ഓപ്പർച്യൂണിറ്റി. കാരണം ഇതൊരു ട്രൂ ഓഫറിംഗ് ആണ്. ഓപ്പർച്യൂണിറ്റീസിന് വേണ്ടിയിട്ട് ഈ പേഴ്സൺ നന്നായിട്ട് ഇതിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, കഷ്ടപ്പാടെടുക്കുന്നുണ്ട്. കാരണം നന്നായിട്ട് തന്നെ ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ് ഈ പേഴ്സൺ, പുതിയൊരു അവസരത്തിന് വേണ്ടിയിട്ട്. ഇതിലും നന്നായിട്ട് ഈ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഒക്കെ ഈ പേഴ്സൺ കാത്തിരിക്കുകയാണ്. ഓക്കെ, അത് ആ ഒരു അവസരത്തിന് വേണ്ടിയിട്ട് കാത്തിരിക്കുന്നത് ഉറപ്പായിട്ടും ഈ റിലേഷൻഷിപ്പിനോട് സ്നേഹമുള്ളത് കൊണ്ടാണല്ലോ. അതർവൈസ് ആ ഒരു അവസരത്തിന് വേണ്ടിയിട്ട് കാത്തിരിക്കേണ്ട ആവശ്യം ഈ വ്യക്തിക്ക് ഇല്ല, അല്ലേ? അപ്പൊ ഈ ഒരു സിറ്റുവേഷൻ ആണ് കാണിക്കുന്നത്. നമുക്ക് കുറച്ച് ക്ലൂസ് കൊടുക്കാം. ക്ലൂസ് എടുത്തിട്ടുണ്ട്. ഗവൺമെന്റ് എംപ്ലോയി. ഓക്കെ, 2005, നമ്പർ 8, കുവൈറ്റ്, കാപ്രിക്കോൺ, ഫുൾ മൂൺ പ്രയർ, ആങ്സൈറ്റി, അശ്വതി നാള്, ടോറസ്, പൂരാടം, ട്രാവൽ, മൗണ്ടൻ ആൻഡ് ഹിൽ ഏരിയാസ്. ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ള ക്ലൂസ് എന്ന് പറയുന്നത്. അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. റീഡിംഗ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക. പേഴ്സണൽ റീഡിങ്ങിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി. ഡിസ്കൗണ്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്, താല്പര്യമുള്ളവർക്ക് വരാം. സോ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടും ഇരിക്കുക. സോ ബൈ.